ചേർത്തല സ്വദേശിനി ഐഷയുടെ തിരോധാനവും കൊലപാതക കേസായി. പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യനെ പ്രതി ചേർത്ത അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകി. സെബാസ്റ്റ്യനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ചേർത്തല വാരനാട് സ്വദേശി ഐഷയുടെ തിരോധാനത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കം. ഐഷയെയും സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്ന അന്വേഷണത്തിനിടെ തെളിഞ്ഞതോടെ പ്രതി ചേർത്ത് കോടതിയിൽ റിപ്പോർട്ട് നൽകി. അന്വേഷണത്തിന്റെ ഭാഗമായി ഐഷയുടെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തിരുന്നു. സ്വർണവും പണവും കൈക്കലാക്കാൻ വേണ്ടി കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ. 2 ലക്ഷം രൂപയും 1.5 പവന്റെ മാലയും സെബാസ്റ്റ്യൻ കവർന്നതായും അന്വേഷണ സംഘം പറയുന്നു. ഐഷയെ മർദ്ദിക്കുന്നത് കണ്ടെന്ന സാക്ഷിമൊഴിയും കൊലക്കേസിൽ സെബാസ്റ്റ്യനെ പ്രതി ചേർക്കുന്നതിന് വഴിതെളിച്ചു. സെബാസ്റ്റ്യനായി ചൊവ്വാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. 2012 മെയ് 13 ഐഷയെ കാണാതാകുന്നത്. ബാങ്കിൽ പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഐഷ തിരിച്ചെത്തിയില്ല. പഞ്ചായത്ത് ജീവനക്കാരിയായി വിരമിച്ച 2 വർഷത്തിനുള്ളിലായിരുന്നു ഐഷയുടെ തിരോധാനം. മെയ് 21 കുടുംബം ചേർത്തല പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. നേരത്തെ 2006 ബിന്ദു തിരോധാന കേസിലും 2024 ജൈനമ്മ തിരോധാന കേസിലും കൊലപാതക കുറ്റം ചുമത്തി സെബാസ്റ്റ്യനെ പ്രതി ചേർത്തിരുന്നു. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.